മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവസ്വത്തിന്റെ നാമത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ നിത്യമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പ്രയാസത്തിലായിരുന്നപ്പോൾ, കർത്താവെ നിത്യമായ ഞരക്കത്താൽ ഞെരങ്ങിയിരുന്നപ്പോൾ, കർത്താവെ ഞങ്ങളെ തേടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അങ്ങയുടെ ജീവൻ വെച്ചുകൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ സ്നേഹത്തിന് കീഴിൽ മാത്രമാണ് കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ ആയിരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, തലവനായിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് ആർക്കെങ്കിലും കർത്താവെ അങ്ങയുടെ ആ സ്നേഹത്തിന്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവെ താൻ പോരാ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, ദൈവയുടെ എല്ലാ കുറവുകളെയും നികത്തി അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ദൈവസ്നേഹം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിലായിരിക്കുന്നവരെ, മറ്റ് പ്രയാസങ്ങളിലായിരിക്കുന്നവരെ എന്നെ ഓർത്ത് ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ അവസരം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുസന്ധിയെ ഞങ്ങളെ എവിടെ താഴ്ത്തുന്നു. നിന്റെ വചനം ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലെ കർത്താവെ പാട്ടുകൾ എല്ലാം കർത്താവെ വേണ്ട പോലെ ഉചിതമായും ചന്തമായും ചെയ്യുവാൻ ഞങ്ങൾ ഏവരെയും കാഴ്ച സമർപ്പിക്കുക. അങ്ങേക്ക് പ്രസാദകരമായ ഒരു യാഗമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ.
അബദ്ധത്തിന് വേണ്ടി മരിച്ചു. ഇങ്ങനെ നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. ഈ കർത്താവിന്റെ സ്നേഹം ഒരിക്കലെങ്കിലും രുചിച്ചറിയാത്ത ആരും നമ്മുടെ ഇടയിൽ കാണുകയില്ല. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിക്കാം. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അറിയാതെയും എൻ ജീവിതത്തിൽ നേരില്ല. എൻ വേദനയിൽ എനിക്കാശ്വാസമായി എൻ നാഥൻ അരികിലുണ്ട്. Yeah.
കോൺഫിഡൻസോടുകൂടി തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ച സമർപ്പിക്കാൻ വീണ്ടും അവരുടെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വിശ്വസിക്കാൻ യോഗ്യമായ ഒരു സത്യമാണ്. ഇന്ന് പകൽക്കാലം ആ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആശ്വാസത്തിന്റെ ദായകനായ നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് വീണ്ടും കടന്നു ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ,
ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നു മുട്ടിടുന്നു, ആശ്വാസമരുളാൻ വന്നിടുന്നു. വാതിൽക്കൽ വന്നു മുട്ടിടുന്നു, ആശ്വാസമരുളാൻ വന്നിടുന്നു. അരുമപിതാവിന്റെ ഇമ്പസ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ? അരുമപിതാവിന്റെ ഇമ്പസ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു, വിളിച്ചിടുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം കർത്താവിന്റെ സ്വരം ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എത്ര സൊല്യൂഷൻ ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ കുഴച്ചുമറിച്ചിലോ എന്തിലെങ്കിലും ആയിരിക്കും. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിട്ട്, കർത്താവേ, അങ്ങേക്ക് ഇതിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയും, അങ്ങേക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് കർത്താവ്. ഇന്ന് നമ്മളായിട്ട് ഒരു ഭാരവും ചുമക്കേണ്ടതില്ല. നമ്മൾ ചുമക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ ഭാരമാണ് നമുക്ക് വേണ്ടി ചുമന്നു. അവൻ കാൽവരിയിൽ അത് ചുമന്നൊഴിച്ചു, നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുക. ഇന്നും ആ സാധനത്തിൽ നിൽക്കുക. നമ്മളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രിയമുള്ളവരെ, ദൈവം അതിൽ നിന്ന് നമുക്ക് ഒരു പരിപൂർണമായിട്ടുള്ള വിടുതൽ തരും. ഉറപ്പാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്താൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു അവന്റെ മുമ്പിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ തന്നെ നമുക്ക് ആശ്രയിക്കാം. യാതൊരു പാപമോ എന്തായാലും ഇങ്ങനെ എത്ര കടിഞ്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവനാണ് നമ്മളോട് പറയുന്നത്, ഇന്ന് നീ എന്നെ അരുമസ്വരം ശ്രവിക്കുന്നുവോ? കർത്താവിന്റെ ആ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ആരാധന സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ മറന്നു പോകുന്നവരായിട്ടല്ല, കേട്ടനുസരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ദേശത്തിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ഗാനം കൂടി പാടി ദേശത്തിലേക്ക് നമുക്ക് ആരാധിക്കാം. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം
അറിയും ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രി ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. യാത്ര
ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം കൃപ ചെയ്തതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ വീണ്ടും ബലപ്പെടുത്തുവാൻ തക്കവണ്ണം അവന്റെ സ്നേഹത്തിലും അവന്റെ കൃപയിലും കൂടുതൽ ആശ്രയത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ഇന്ന് ഈ പൽക്കാലവും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ദൂരെ ആയിരിക്കുന്നു, പലരും ദൂരെ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തിന് വെളിയിലുള്ളവരുണ്ട്. പല സ്ഥലങ്ങളിൽ ഇരുന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ചുള്ള ആ യൂണിറ്റിയിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ യോജിപ്പിച്ചതായിട്ടുള്ള ആ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആയിരിപ്പാട്ടൊക്കെ കൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റുപാടും ഉള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കില്ല. ഒരുപക്ഷെ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കില്ല ചുറ്റുപാടും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ എങ്കിൽ പോലും ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും നമ്മളെല്ലാവരും ഉൾക്കൊള്ളുവാനും നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ അവൻ കാണിച്ചു തരുന്നതായിട്ടുള്ള മാർഗത്തിലും ചിന്തയിലും നമുക്ക് നടക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള മേഖലകളിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ കുറിച്ചൊക്കെ നമ്മൾ ചുറ്റുപാട് നിന്നും നമുക്ക് അറിവുണ്ടാകുകയാണ്. 2-3 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ബിലീവേഴ്സ് ചർച്ചില് റെയ്ഡ് നടന്നു. ഏതാണ്ട് 15 കോടി രൂപയുടെ അനധികൃതമായിട്ടുള്ള പണം പിടിച്ചു. അതിന് തെളിവ് സഹിതം അതിന്റെ ഫോട്ടോ സഹിതം എല്ലാം കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വളരെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത്, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ ഒരുപാട് വിശ്വാസികളായിട്ടുള്ളവര് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ കാണുമ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന്, ക്രിസ്തീയ സമൂഹത്തിന് പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു മൂല്യച്യുതി നമ്മളിവിടെ കാണുകയാണ്. ഇത് സഹിക്കാവുന്ന ഒരു ലിമിറ്റ് എല്ലാം വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ നമ്മൾ വീണ്ടും 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 കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ വാട്സാപ്പിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചുള്ള പ്രചാരണങ്ങളായിരുന്നു. എത്രയോ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരുപാട് പ്രവചനങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഞാനിതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണോ ക്രിസ്തീയ സമൂഹം എന്ന് എന്നെ ചിന്തിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങളെല്ലാം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെയും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം അങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും
വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടുന്ന ഒരുപാട് അന്തസത്തകളും അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ പണം വേണം, മിനിസ്ട്രിക്ക് പണം വേണം, ഇങ്ങനെയുള്ളതെല്ലാം ഒരു സൈഡിലുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ വീക്ഷിക്കുന്ന വീക്ഷണത്തിന്റെ വശം എന്താണ്? കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത്? നമുക്കറിയാം, എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ വായിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. അവരുടെ വിശ്വാസത്തിന്റെ വീര്യതയെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്റെ പ്രസംഗ വിഷയം അതല്ല. എബ്രഹാം മുതൽ തുടങ്ങിയാൽ വിശ്വാസത്തിന്റെ തീവ്രതയെ കുറിച്ച് നമ്മൾ എല്ലാവരും കഠോരം പ്രസംഗിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ രീതിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ അന്തസത്തയാണ്. The value of the faith. We are losing on these days. നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് ഞാൻ ഇത് മുൻപെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും യാക്കോബിന്റെ ലേഖനത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസം ഒരു ആപേക്ഷികമായിട്ടുള്ള ഒരു സിദ്ധാന്തം ആയിട്ടല്ല യാക്കോബ് അവിടെ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥ ലോകത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വലിയ ആശയമായിട്ട്, ഒരു വലിയ ശക്തിയായിട്ടാണ് നമ്മൾ ഈ വിശ്വാസത്തെ കാണേണ്ടുന്നത് എന്നുള്ള ഒരു പ്രതിപാദ്യ വിഷയമാണ് അദ്ദേഹം യാക്കോബിന്റെ ലേഖനത്തിൽ ഉടനീളം എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ഒരല്പം കൂടി വിശദമായിട്ട് പഠിക്കുവാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നതായിട്ടുള്ള കാര്യം. യാക്കോബ് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളത് മുഴുവൻ വായിച്ച് പഠിക്കുവാനുള്ള സമയമില്ല. എങ്കിൽ തന്നെയും നമ്മളവിടെ കാണുന്ന ഒന്നാമത്തെ ഒരു കാഴ്ച, ട്രൂ ഫെയ്ത്ത് സ്റ്റാൻഡ്സ് അപ്പ് അണ്ടർ ട്രയൽ ആൻഡ് പ്രഷർ. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥതലങ്ങൾ മനുഷ്യരിലേക്ക് വ്യാപരിക്കുവാൻ ആയിട്ട് പല പരീക്ഷണങ്ങളിലൂടെയും പല രീതികളിലുള്ള പ്രഷറുകളിലൂടെയും സ്ട്രെസ്സുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് ആ ശരിയായ വിശ്വാസത്തിന്റെ അളവിൽ നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. So genuine faith looks at every challenges or difficulties. സകല മുന്നിൽ കാണുന്ന സകല വെല്ലുവിളികളെയും, മുന്നിൽ കാണുന്ന സകല പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ, സകല ടെംപ്റ്റേഷൻസിന്റെയും മധ്യത്തിൽ, സകല പരീക്ഷകളുടെയും മധ്യത്തിൽ നമ്മുടെ മുൻപിൽ തെളിവായി വരുന്നത് ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച, അല്ലെങ്കിൽ ആ വിശ്വാസം അത് വളർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിന് 4-ാമത്തെ വാക്യം പറയുന്നത്,
ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകുക. ഒന്നിലും കുറവില്ലാത്തവരായി, തികഞ്ഞവരായി, സമ്പൂർണരായി തീരുക. ഇതൊക്കെയാണ് വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ട്രയൽസിലൂടെ, ടെംപ്റ്റേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. തന്നെയുമല്ല, ഒരു ഡീപ്പർ ആയിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി, ദൈവത്തോട് ഒരു ആശ്രയം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് കോവിഡ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മറ്റ് രോഗങ്ങളാൽ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ മുൻപിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ വന്ന് കടന്നു വരുമ്പോൾ, ഇതൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്നത്, അല്ലെങ്കിൽ വളർച്ചയിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു സ്ഥിരത, അതിൽ തികഞ്ഞ ഒരു പ്രവൃത്തി, ഒരു സമ്പൂർണത, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കരുതേണ്ടുന്ന ഒരു വിഷയം. നിങ്ങൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് എടുക്കുന്നത്. പല പെർസിക്യൂഷനുകളും നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ചിലപ്പോൾ ഇത് അനീതിയുടെ ഒരു പെർസിക്യൂഷൻ ആണോ? ഇത് അനീതി കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പീഡയാണോ? പ്രിയമുള്ളവരെ, പ്രായോഗികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ അനീതി കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന പെർസിക്യൂഷൻ അല്ലെങ്കിൽ പീഡയെ ദൈവം അത് ശ്ലാഘിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. എന്നാൽ നീതിയിലൂടെ നമ്മൾക്കുണ്ടാകുന്നതായിട്ടുള്ള ഒരു പീഡ എന്ന് പറഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും അതിനെ ശ്ലാഘിക്കുന്ന ഒരു കാര്യമാണ്. അനീതി നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ട് നമ്മൾക്കൊരു പീഡ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ദൈവം ഒരിക്കലും അതിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ധർമ്മം ചെയ്യുകയും നീതി പ്രവർത്തിക്കുകയും നമ്മൾ ജീവിതത്തിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പീഡ കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. അവിടെയാണ് വിശ്വാസം തികഞ്ഞു വരുന്ന സമ്പൂർണതയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. യാക്കോബ് എഴുതിയ ലേഖനം 1 മുതൽ 18 വരെയുള്ള ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ട്രൂ ഫെയ്ത്ത് സ്റ്റാൻഡ്സ് അപ്പ് അണ്ടർ ട്രയൽ ആൻഡ് പ്രഷർ. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണാൻ പോകുന്നത്, യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 2:1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ശരിയായ വിശ്വാസം അത് നമ്മളെ ശരിയായ പ്രവൃത്തിയിലേക്ക്
മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പരിണമിക്കുന്നു. Genuine faith will motivate us to action. ശരിയായ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ല പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ തന്നെ ജീവിതത്തിന്റെ വഴികളെ അവൻ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ മുഴുവൻ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒരുപാട് വിഷയങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. കരുണ കാണിക്കാത്ത സ്വഭാവം, സ്നേഹിക്കാത്ത സ്വഭാവം, പ്രവൃത്തികൾ ഇല്ലാത്തതായിട്ടുള്ള വിശ്വാസം, അഹോവൃത്തിക്ക് വകയില്ലാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾക്ക് അവരെ സഹായിക്കാൻ കഴിയാത്തതായിട്ടുള്ള സ്വഭാവം, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ മൂല്യച്യുതിയെയാണ് കാണിക്കുന്നത്. ഒരു നിർജീവമായിട്ടുള്ള ഒരു വിശ്വാസത്തെ ആണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. എന്നാൽ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിക്കുന്നുണ്ട് എങ്കിൽ, നല്ല പ്രവൃത്തികളിലേക്ക്, ദൈവത്തിന്റെ നല്ല പ്രവൃത്തികളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ വിശ്വാസം ഉണ്ടെന്ന് തന്നെയാണ്. പരീശന്മാരെ പോലെ സകല കാര്യങ്ങളും നമുക്കറിയാം. ദൈവം ഏകനാണ്, ദൈവം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തിയെ ദൈവത്തിന് ഇഷ്ടമല്ല. ഒരുപാട് നിയമങ്ങളും ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തി അവനെ നല്ല പ്രവൃത്തികളിലേക്ക് അവന്റെ ജീവിതം കടന്നു പോകുന്നില്ല എങ്കിൽ അവനിലുള്ള വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികളുമായിട്ട് ദൈവം ആലോചന കഴിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന, നമ്മുടെ കോൺഷ്യൻസിൽ, നമ്മുടെ സുബോധ മനസ്സിൽ ദൈവം നമ്മൾക്ക് കാണിച്ചു തരുന്ന നല്ല പ്രവൃത്തികളിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരുന്നില്ല എങ്കിൽ നമ്മളിലുള്ള വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യണം. എവിടെയോ ഒരു പ്രശ്നം നമ്മൾ കിടക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരുന്നപ്പോഴ് മൊബൈലിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരെണ്ണത്തിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു സ്ത്രീ, ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ടെസ്റ്റ് നടത്തി. ടെസ്റ്റിനായിരുന്നു. അതിനു മുമ്പ് നല്ല സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ഒക്കെ ഒരു ചോദ്യം ഇവർ ചോദിച്ചു. ആ ചോദ്യം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമായിട്ടായിരുന്നു. ഇത് ക്രിസ്ത്യൻസിന്റെ ഇടയിലൊന്നുമല്ല, സാധാരണക്കാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, ഷുവറായിട്ടും പ്രത്യേകമായിട്ട് എല്ലാവരെയും, അങ്ങനെ ഒരു പ്രയാസത്തിലിരിക്കുന്ന ആരെ കണ്ടാലും ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒന്ന് അഭിനയിക്കാൻ തീരുമാനിച്ചു. ഇവര്
പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി, അവര് പലരുടെ അടുത്ത് ചെന്ന് അവര് സംസാരിച്ചു. എന്റെ പേഴ്സ് കളഞ്ഞു പോയി, എനിക്ക് കുറച്ച് ദൂരെ യാത്ര ചെയ്യാനുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, ഞാൻ പ്രഗ്നന്റ് ആണ്. ആ സർവേ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് പറയുന്നത് ഇതാണ്: പല സ്ത്രീകളുടെയും അടുത്ത് പോയിട്ട് ഈ സ്ത്രീ യാചിക്കുന്നതല്ലാതെ ഒരൊറ്റ സ്ത്രീ പോലും ആ സ്ത്രീയെ സഹായിക്കാൻ തയ്യാറായില്ല. എന്നാൽ പല യുവാക്കളുടെ അടുത്ത് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ യുവാക്കൾ എല്ലാവരും തങ്ങളുടെ പേഴ്സിൽ ഉണ്ടായിരുന്ന പൈസ എല്ലാം എടുത്തു കൊടുത്തു. എന്ത് സഹായം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹത്തിലെ ഒരു കാഴ്ചപ്പാടായിട്ട് ആ സ്ത്രീ അവിടെ ഇട്ടിട്ടുണ്ട്. ഇത് വിശ്വാസികളെ കുറിച്ചൊന്നുള്ള സ്റ്റഡിയൊന്നുമല്ല. ഞാൻ വിചാരിക്കുകയായിരുന്നു, വിശ്വാസികളുടെ ഇടയിൽ ഇതുപോലെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നും നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രച്ഛന്ന വേഷമൊക്കെ ഇട്ടിട്ട്, പണ്ട് രാജാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വിശ്വാസം പ്രസംഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻ അറിയുവാനായി. ശരിയായ വിശ്വാസം ഉള്ളിൽ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്, ആ വിശ്വാസം അവനെ നല്ല പ്രവൃത്തികളിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവനിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന് ഒരു അർത്ഥവുമില്ല. അതാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നത്, faith calls on God for wisdom. നമ്മളിൽ നല്ല വിശ്വാസം ആർജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ബുദ്ധിയെ, വിസ്ഡത്തെ, ജ്ഞാനത്തെ ആഗ്രഹിക്കും. ജ്ഞാനത്തെ ആഗ്രഹിക്കാത്തവൻ അവനൊരു ഫൂളാണ്, ഒരു വിഡ്ഢിയൻ. സദൃശവാക്യങ്ങളിൽ പല സദൃശവാക്യങ്ങളും വളരെ വ്യക്തമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജ്ഞാനിയാണെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ജ്ഞാനിയല്ല, നമ്മൾ അജ്ഞാനത്തിൽ നിൽക്കുന്നവരാണെന്ന് ഉള്ളതാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസം, നല്ല വിശ്വാസം, 3-ാം അധ്യായം അതിന്റെ 13-15 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ജ്ഞാനത്തെ ദൈവത്തോട് ചോദിക്കുന്നവരായി തീരുമെന്നുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അതിനർത്ഥം ഇതാണ്: നല്ല ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ക്രിസ്തീയ വ്യക്തിക്ക് അവനിൽ തന്നെ അവനൊരു തോന്നലുണ്ട്, എനിക്കിനിയും പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് അറിയുവാനുണ്ട്. 13-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെ പറയും: നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ അവൻ ജ്ഞാനലക്ഷണമായിട്ടുള്ള സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. 14-ാമത്തെ വാക്യം: നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. 15: ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. അപ്പോ ഉയരത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മളിൽ നിന്ന് പ്രാകൃതവും പൈശാചികവുമായിട്ടുള്ള പ്രവൃത്തികൾ കടന്നു വരുന്നത്. ഞാൻ പറയുന്നത് ലോക മനുഷ്യരെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് വിശ്വാസ സമൂഹത്തെ കുറിച്ചാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചുറ്റുപാടും നടക്കുന്ന, ഞാൻ മുൻപ് ആദ്യം ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളിലേക്കെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കണം. ഭൗമികമായിട്ടുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന, വേൾഡ്ലി ആയിട്ടുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന,
പണത്തെ കുറിച്ച് ചിന്തിക്കുന്ന, പണം സ്വരൂപിച്ച് കൂട്ടിവെക്കുവാൻ ചിന്തിക്കുന്ന ഭൗമികമായിട്ടുള്ള പ്രവൃത്തികൾ, പ്രാകൃതമായിട്ടുള്ള പ്രവൃത്തികൾ, പൊളിറ്റിക്സ്, പവറിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ നമുക്കറിയാം പെന്തിക്കോസ്റ്റൽ സമൂഹം തന്നെ ഇപ്പോൾ എത്രത്തോളം പ്രാകൃതവും പൈശാചികവുമായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ എല്ലാവരെയും അടച്ച് വിമർശിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ലവരുണ്ട്, നല്ല ആൾക്കാരുണ്ട്, നല്ലോണം പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ വളരെയധികം വ്യാകുലതയോടുകൂടി നടക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷേ നമ്മൾ ജനറൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വിശ്വാസത്തെ കുറിച്ച് പറയുകയും പ്രസംഗിക്കുകയും അത്തരം കാര്യങ്ങളിലേക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉയരത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ജ്ഞാനത്തെ താല്പര്യമില്ലാതെ ആയിരിക്കുകയാണ് ഈ നാളുകളിൽ. അപ്പൊ ശരിയായ വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം he will ask God for wisdom. ദൈവത്തിൽ നിന്ന് ആ ജ്ഞാനത്തെ പ്രാപിച്ചെടുക്കുവാൻ അവൻ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ജ്ഞാനികളാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ വിശ്വാസത്തിൽ എത്രത്തോളം കുറവുള്ളവരാണെന്ന് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 5-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പരസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായിട്ടുള്ള ദൈവത്തോട് യാചിക്കുവാനായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവനത് ലഭിക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പ്രാപിച്ചിട്ട് വേണം അവൻ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ട്രൂ ഫെയ്ത്ത് വിൽ ചേഞ്ച് ഹൗ വി ടോക്ക്. ശരിയായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് വിൽ ബ്രിഡിൽ ദ ടങ്. ഇത് നമ്മുടെ നാവിനെ തന്നെ കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരും. അതാ വിശ്വാസം എന്ന് പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് വിശ്വാസത്തെ കുറിച്ച്. അതിന്റെ 3:1 മുതൽ 12 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകം ഉപദേഷ്ടാക്കന്മാരാകരുത്. അതിന്റെ നമ്മെല്ലാവരും പലതിലും തെറ്റിപ്പോകും. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകും. എത്ര നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കി. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന വാക്കുകൾക്ക് ഗാംഭീര്യമുണ്ടെങ്കിൽ, ഘനമുണ്ടെങ്കിൽ, അവൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയും ദൈവീകവുമാണെങ്കിൽ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് അവന്റെ നാവിൽ നിന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. മൂന്നാമത്തെ വാക്യം പറയുന്നത്, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കാൻ പറ്റുമല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ഒരു ചുക്കാൻ കൊണ്ട്
അത് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കാൻ കഴിയും. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്ന ഒരു അവയവമാണ്. ഒരു ചെറിയ തീ മതി വലിയ ഒരു കാട് കത്തിക്കുവാനായിട്ട്. നാവിന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവവചനം പറയുന്നതാണ്, യാക്കോബ് പറയുന്നതാണ്. ഒരു തീയാണ്. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്തു. ഇത് ഒരുപാട് പ്രസംഗിക്കുന്നതാണ് പ്രിയമുള്ളവരെ. പക്ഷേ നമ്മൾ ആരും തന്നെ വർക്കൗട്ട് ചെയ്യാറില്ല. നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഈ വിശ്വാസത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ ഈ നാവിനെയും വാക്കിനെയും നമ്മൾ ശ്രദ്ധിക്കാറില്ല. True faith will change how we talk. ശരിയായ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യം നടത്തുന്നതും ഒരു ക്രൂസൈഡ് നടത്തുന്നതും ഏതാണ്ടൊക്കെ പരിപാടികൾ ചെയ്തു കൂട്ടുന്നതാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ല, അതൊക്കെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. യാക്കോബ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നമ്മളിൽ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു വിശ്വാസം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാവിനെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ വാക്കുകളെ എല്ലാം വ്യത്യസ്തമായ രീതിയിലേക്ക് കൊണ്ടുവരും. ഹീസ് സെൽഫ് കൺട്രോൾ. അവന് സ്വയത്തെ നിയന്ത്രിക്കുവാനായിട്ട് അവന് കഴിയും. അവൻ അവനെ തന്നെ ബിൽഡ് ചെയ്യും. അവൻ മറ്റുള്ളവരെ ബിൽഡ് ചെയ്യും, വളർത്തും. അതാണ് ശരിയായ ഒരു വിശ്വാസിയുടെ ലക്ഷണം. അവൻ അവനെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ അവൻ മറ്റുള്ളവരെയും അവന്റെ സംസാരത്തിലൂടെയും വാക്കിലൂടെയും അവൻ ബിൽഡ് ചെയ്തെടുക്കും, അവൻ വളർത്തും. ഇതാ സംഭവിക്കുന്നു. നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ട്രൂ ഫെയ്ത്ത് വിൽ മോട്ടിവേറ്റ് ആൻഡ് ചേഞ്ച് ഹൗ വി തിങ്ക്. നമ്മുടെ ചിന്തകളെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ faith will transform and leads to conform to the vision and purpose of God. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വ്യത്യാസം വരുത്തുവാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം സഹായിക്കും. ദൈവത്തിന്റെ ദർശനവുമായിട്ട്, ദൈവത്തിന്റെ ഉദ്ദേശ്യവുമായിട്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ട് പോകുവാനായിട്ട് നമ്മളിലുള്ള വിശ്വാസം നമ്മളെ സഹായിക്കും. അതിന്റെ 2:17 മുതൽ 19 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അതിനുശേഷം 3:13 മുതൽ 18 വരെയുള്ള വാക്യവും നമുക്ക് വായിക്കാം. ആദ്യം 2:17. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവമേകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് 3:13 മുതൽ 18 വരെയുള്ള വാക്യം വായിക്കാം. Who is wise? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ.
അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടും നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. 16. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. 17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നമുക്ക് അതിന്റെ 17ാമത്തെ വാക്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. ട്രൂ ഫെയ്ത്ത് വിൽ മോട്ടിവേറ്റ് ആൻഡ് ചേഞ്ച് ഹൗ വി തിങ്ക്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനായിട്ട് മാറ്റിമറിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത്. ആ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ജ്ഞാനത്തെ ചോദിച്ചു വാങ്ങുന്നത്. നമ്മൾ മുന്നേ കണ്ടു. ആ ജ്ഞാനം നേടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതായിട്ടുള്ള ഒരു സമാധാനം, ഒരു ശാന്തത, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് ആ വിശ്വാസത്തിന്റെ ട്രൂ ഫെയ്ത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് മുഴുവനായിട്ട് കാണുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ കാണുന്ന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പക്ഷപാതമുണ്ട്, കപടതയുണ്ട്, അനുസരണമില്ലാത്തതായിട്ടുള്ള പ്രവൃത്തികളുണ്ട്, കരുണയും സൽഫലവും ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ജീവിത രീതികൾ കാണുന്നു, ശാന്തതയില്ലാത്ത സ്വഭാവത്തെ കാണുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അതുകൊണ്ട് നമ്മൾ പറയും നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ഫാസ്റ്റിംഗ് പ്രേയർ ഉണ്ട്, നമുക്ക് ആരാധനയുണ്ട്, കൈകെട്ടുണ്ട്, അന്യഭാഷയുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3:8 ഒരു വാക്യം പറയുന്നുണ്ട്. ഈ വാക്യമൊക്കെ അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന വാക്യമാണ്. പലപ്പോഴും ചില പ്രശ്നങ്ങളിലൂടെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരുന്നത് നല്ലതാണ്. 3 മോളെ 4 4:8 മുതൽ ഫിലിപ്പിയർക്ക് 4:8 പറയുന്ന കാര്യം അത് തന്നെയല്ലേ യാക്കോബ് ലേഖനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചത്. യാക്കോബ് 3:17 നമ്മൾ വായിച്ചത് ഇത് തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. അപ്പോൾ ശരിയായ ഒരു വിശ്വാസത്തെ ആർജിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിന്താമണ്ഡലം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? സത്യമാണ്, ഘനമാണ്, നീതിയാണ്, നിർമ്മലതയാണ്, രമ്യതയാണ്, സൽകീർത്തിയാണ്, സൽഗുണമാണ്, പുകഴ്ചയാണ്. ഹല്ലേലൂയ. വളരെ ചിന്തനീയമായിട്ടൊരു വിഷയമാണ് പ്രിയമുള്ളവരെ.
നമ്മൾക്ക് ചുറ്റുപാടും നമ്മൾ കാണുന്ന വിശ്വാസത്തിന്റെ ഈ മൂല്യച്യുതികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എത്രത്തോളം വിശ്വാസത്തെ ആർജിച്ചിട്ടുണ്ട്, ആ വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത്, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്, ട്രൂ ഫെയ്ത്ത് അവോയ്ഡ് worldliness to pursue godliness. ലോകത്തിൻ്റെതായിട്ടുള്ള സകല മാർഗങ്ങളെയും മാറ്റിക്കളഞ്ഞ് ദൈവികമായതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് നമ്മളിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവികമായതിനെ തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് വിശ്വാസം. യാക്കോബ് 4:1 മുതൽ 17 വരെയുള്ള ഭാഗത്തില് നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. വേൾഡ്നെസ് കടന്നു വരുമ്പോഴേ, ലൗകികത കടന്നു വരുമ്പോഴ് ശണ്ടയും കലഹവും ഇതൊക്കെ കടന്നു വരും. മോഹം കടന്നു വരും. കൊല്ലുക, അസൂയപ്പെടുക, ഇതൊക്കെ ആയിരിക്കും ഒരു റിസൾട്ട് ആയിട്ട് കടന്നു വരുന്നത്. നമുക്ക് പ്രാർത്ഥനയുണ്ട്, പക്ഷെ ആ പ്രാർത്ഥനയുടെ സ്വഭാവത്തെ കുറിച്ച് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്ന സ്വഭാവം. അതാ വേൾഡ്ലിനെസ് എന്ന് പറയുന്നത്. ദൈവികതയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകസ്നേഹം കൊണ്ടാണ്. നാലാമത്തെ വാക്യം ശ്രദ്ധയോടെ വായിക്കണം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അങ്ങനെ ലോകത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള താല്പര്യമാണ് നമ്മുടെ ഇടയിൽ ഉള്ളത് എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുവാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. 5-ാമത്തെ വാക്യത്തിലേക്ക് കിടക്കാം, പെട്ടെന്ന് മാറ്റിക്കൊള്ളൂ. നമ്മളിൽ വസിക്കുന്ന ആത്മാവ് ഒരു അസൂയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാവാണ്. നമ്മളിൽ വസിക്കുന്ന ആത്മാവ് നമ്മളിൽ കൃപ നൽകുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് കൃപ നൽകുമെന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 7-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ദൈവത്തിന് കീഴടങ്ങിയിട്ട് വേണം പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ. എന്നാൽ മാത്രമേ അവൻ നിങ്ങളെ വിട്ടുപോകത്തുള്ളൂ. അല്ലെങ്കിൽ പിശാച് നമ്മളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു സ്വഭാവമാണ് അവിടെ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണെന്നറിയോ? നമ്മൾക്ക് വിശ്വാസം കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിശാച് ശക്തമായിട്ട് പിശാച് എന്ന് പറയുവാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ താഴുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ താഴ്ന്നുകൊണ്ട് പിശാചേ എന്ന് പറയേണ്ട കാര്യം തന്നെയില്ല. ദൈവത്തിന്റെ മുമ്പിൽ താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും പിശാച് പിന്നെ അവിടുന്ന് പോകും. അതാ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അതുകൊണ്ടാണ് ഗോഡ്ലിനെസ്സും വേൾഡ്ലിനെസ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പല പ്രവൃത്തികളിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ലോകത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്.
10ാമത്തെ വാക്യം എന്താ പറയുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ താഴണം, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ ഉയരണമെന്നുണ്ടെങ്കിൽ ആകെ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ താഴണം. ഇതാണ് ഗോഡ്ലിനെസ്, ഇതാണ് ദൈവികത. ഇത് നമ്മൾ എവിടെ നിന്ന് പ്രാപിച്ചു? നമ്മളിൽ ലഭിച്ചിരിക്കുന്ന വിശ്വാസം കൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. പ്രിയമുള്ളവരെ, താഴ്മ ധരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. താഴ്മയില്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഞാന് പേരെടുത്ത് പറയുവാനായിട്ട് താല്പര്യമില്ല, പക്ഷെ എങ്കിലും ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു സഹോദരനുണ്ട്, ഒരുപാട് ഫോളോ ചെയ്യുന്ന, ഒരു പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ സൗണ്ടും അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ചേഷ്ടകളും ഒക്കെ കണ്ടു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 കൊടുക്കാനാണ് തോന്നുന്നു. അത്ര അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ്. നമ്മൾ എപ്പോഴാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ധൈര്യത്തോടു കൂടി പ്രസംഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ താഴ്മയാണ് ദൈവത്തിന് ആവശ്യം. നമ്മൾ താഴ്മയുള്ളവരല്ലെങ്കിൽ മറ്റാർക്കും താഴാനായിട്ട് കഴിയും. മദർ തെരേസ പണ്ട് ഒരു സിറ്റിയിലൂടെ കടന്നു പോയിക്കപ്പോൾ അവരോട് വളരെ എതിർപ്പുള്ള ഒരു സഹോദരൻ അവരെ കാർക്കിച്ചൊരു തുപ്പൽ തുപ്പി. ആ തുപ്പല് അവർ കൈകൊണ്ട് മേടിച്ചു. എന്നിട്ട് അവർ ആ സഹോദരനെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങള് എന്നെ തുപ്പി, നിങ്ങൾക്ക് എന്താണ് യേശു കർത്താവിന് കൊടുക്കാനുള്ളത്? തുപ്പിയത് നിങ്ങൾ എന്നെയാണ്, പക്ഷെ നിങ്ങൾ യേശു കർത്താവിന് നിങ്ങൾ എന്ത് കൊടുക്കും എന്ന് തിരിച്ചൊരു ചോദ്യം മദർ തെരേസ ചോദിച്ചതായിട്ട് ഞാൻ ഏതോ ഒരു ബുക്കിലോ എവിടെയോ ഞാൻ വായിച്ചു. ആ ചോദ്യത്തിന് മുൻപില് ആ സഹോദരൻ ഞെട്ടിപ്പോയി. അവര് വളരെ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്, സഹോദര, എനിക്ക് നിങ്ങളൊരു സമ്മാനം തന്നു, നിങ്ങൾ കർത്താവിന് നിങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുക്കാൻ? അതിനുശേഷം അതിന്റെ സാക്ഷ്യം കേൾക്കുന്നത് ഇങ്ങനെയാണ്. ആ മനുഷ്യൻ പിന്നീട് മദർ തെരേസയുടെ ഫോളോവർ ആയിട്ട് മാറി. അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ പ്രവൃത്തികളെ അറിയുകയും ഒക്കെ ചെയ്തു. അവസാനം കർത്താവിനെ അദ്ദേഹം ഏറ്റെടുത്തതായിട്ടാണ് ഞാൻ അത് വായിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ താഴ്മയാണ് മറ്റുള്ളവരിലേക്ക് കർത്താവിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ താഴ്മയിലൂടെ മറ്റുള്ളവർ കർത്താവിനെ അറിയാൻ തുടങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. ദൈവികമായിട്ടുള്ളതിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങണം ഇന്നു മുതൽ. 6ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ട്രൂ ഫെയ്ത്ത് അവോയ്ഡ് ദ മിസ്പ്രയോറിറ്റൈസിംഗ് ആൻഡ് ദ മിസ്യൂസ് ഓഫ് എർത്തലി റിസോഴ്സസ്. വളരെ വളരെ പ്രധാനമുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വത്ത്, ധനം, ഇതിനോട് എല്ലാം ഉള്ള നമ്മുടെ മുൻഗണനകൾ, ഇതിനോട് എല്ലാം ഉള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവത്തിന് വളരെ വ്യക്തമായ ഒരു മാറ്റം വരുവാനായിട്ട് നമ്മളിലുള്ള വിശ്വാസം നമ്മളെ സഹായിക്കും. നമ്മൾ സമ്പാദിക്കുന്ന സ്വത്ത്, പണം, നമ്മൾ ജീവിക്കുന്ന ജീവിത രീതികൾ, ഇതെല്ലാം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പൊ വിശ്വാസത്തിന് മറ്റൊരു രീതിയിലുള്ള കാഴ്ചപ്പാട് നമ്മൾ കൊടുക്കുവാനായിട്ടാണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത്.
യാക്കോബിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ സമയം, നമ്മുടെ താലന്തുകള്, നമ്മുടെ പണം, നമ്മുടെ ശക്തി, നമ്മുടെ സമൂഹത്തിലുള്ള സ്വാധീനം, ഇതെല്ലാം നമുക്ക് ദൈവം തന്നതാണെങ്കിൽ ഇതെല്ലാം ദൈവീക വഴികളിലേക്ക് തിരിച്ചുവിടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മളിലുള്ള വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യും. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടും. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവലിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്കണം, യാക്കോബ് എഴുതുന്ന സാഹചര്യം ഏതാണ്ട് AD 42-50 കാലഘട്ടമാണ്. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി യേശു ക്രിസ്തുവിന്റെ സഹോദരനാണ്. അദ്ദേഹമാണ് ജെറുസലേം ചർച്ചിന്റെ പാസ്റ്റർ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ബിഷപ്പ് ആയി മാറിയിരിക്കുന്ന വ്യക്തി. അദ്ദേഹമാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരോടുള്ള എഴുത്താണ് അദ്ദേഹത്തിന്റെ. ആ സാഹചര്യങ്ങളിൽ അദ്ദേഹം എഴുതുവാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ശരിയായ ദൈവത്തെ അറിഞ്ഞും മാനസാന്തരപ്പെട്ടും ക്രിസ്തുവിനെ സ്വീകരിച്ചും നടക്കുന്ന ക്രിസ്ത്യാനികളെ മുഴുവൻ ഉപദ്രവിച്ച് സഭയെ മുച്ചൂടും എതിർത്തുകൊണ്ട് നടക്കുന്ന യഹൂദന്മാരുടെ മധ്യത്തിലേക്ക് അവരുടെ പണവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വ്യയം ചെയ്യുന്നത് ഈ സഭയെ മുഴുവൻ തകർക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി യാക്കോബ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇന്ന് അതിനെ കാണാനായിട്ട് കഴിയുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. പണം നമ്മള് ഒരുപാട് രീതികളിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ പണമൊക്കെ കേരളത്തിൽ കടന്നു വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ വലിയ വലിയ സഭകളിലും ഒക്കെ കടന്നു വരുന്ന പണം അത് ശരിയായ രീതിയിൽ വിനിയോഗം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കുവാൻ അത് മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ആ ഒരർത്ഥത്തിലാണ് നമ്മൾ ബിലീവേഴ്സ് ചർച്ചിൽ നടന്നതായിട്ടുള്ള കാര്യത്തെ നമ്മൾ കാണേണ്ടത്. എത്രയോ സ്വത്തുക്കൾ, എത്രയോ ലാൻഡുകൾ, എത്രയോ കാര്യങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് ഒരു മിഷണറി ട്രിപ്പ് ബംഗാളിലേക്ക് കടന്നു പോയപ്പോഴ് ഭൂട്ടാന്റെ ബോർഡറിനോട് തൊട്ടടുത്ത് ഏതാണ്ട് 2 കിലോമീറ്ററിനുള്ളില് ചർച്ചുകൾ പണിതിട്ടിരിക്കുകയാണ്. ബിലീവേഴ്സ് ചർച്ച്. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയൊക്കെ പ്രവൃത്തികൾ ഇവർ ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊരു വലിയ പ്രവൃത്തികളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ചർച്ചിൽ കൂടാനുള്ള ഒറ്റ മനുഷ്യനില്ല. ആ ചർച്ച അവിടെ അടച്ചു കൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് അത് വേറെ വീടുകളിൽ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. പണം വേസ്റ്റായി കിടക്കുകയാണ്. ഞാനും പാസ്റ്റർ മാത്യുവും കൂടെ അദ്ദേഹത്തിന്റെ വടക്കാഞ്ചേരിയിലുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സഭ അവിടെ കാട് കയറി കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് അവിടെ കിടക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് അതും സെയിം ബിലീവേഴ്സ് ചർച്ച് തന്നെയാണെന്നാണ്. ഇങ്ങനെ എത്രയോ 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 സ്ഥലങ്ങളിൽ സഭ പണിതു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യമല്ലായിരുന്നു, നല്ല കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് നശിച്ച് നാമാവശേഷമായി കിടക്കുന്നു? അവിടങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ള പാസ്റ്റേഴ്സ് ഒരു സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ
അവരെയെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ ഇവിടെ ആരാധിച്ചോ എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്ഥിതി എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? നമ്മളിലുള്ള വിശ്വാസം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന റിസോഴ്സുകളെ, സമയത്തെ, താലന്തുകളെ, ഇതിനെയെല്ലാം ദൈവവേലയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന വിശ്വാസം എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന സമയമായി. ഹല്ലേലൂയ. യാക്കോബ് 5:4 ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൽ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തും കൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളും സമയവും ഒക്കെ എവിടെ പോയി? ഞാന് ഈ കൊറോണയ്ക്ക് മുമ്പ്, പ്രീ കൊറോണ സമയത്ത് നമ്മുടെ ചില വ്യക്തികളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ സഭയിൽ എല്ലാ ദിവസവും ഒന്നും കടന്നു വരാൻ പറ്റത്തില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖമായിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വണ്ടി കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഈ വീട്ടിലിരുന്നുകൊണ്ട് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനോ ഒന്നും കഴിയാതിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ സഹോദരിയുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. അപ്പോ 5-10 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ വളരെ പ്രയാസമുള്ളതിനെ നമുക്ക് സഹിക്കാം, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് ദൈവമക്കളുമായിട്ട് ഒരുമിച്ച് ഒരു മണിക്കൂർ, ഒരാഴ്ചയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമുക്കൊന്ന് ഫോൺ ചെയ്യാൻ നമുക്ക് പ്രയാസമാണ്. നമുക്ക് ഒരു വീട്ടിൽ ഒന്ന് കടന്നു ചെന്ന് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അരമണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പ്രയാസമാണ്. നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മളിലുള്ള വിശ്വാസത്തെ നമ്മളൊന്ന് ചോദ്യം ചെയ്യണം പ്രിയമുള്ളവരെ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എന്തെന്നാ പറയുന്നത്? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? നമുക്ക് എപ്പോഴും തിരക്ക് തന്നെ. നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടുന്ന സമയമായിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. നമുക്ക് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. നമ്മുടെ കുറവുകളെ കുറിച്ചും നമ്മുടെ കുറ്റങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇറങ്ങണം, നമ്മൾ റിസ്ക് എടുക്കണം. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആൾക്കാരെ വിളിക്കാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് അവരെ എൻകറേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇതൊന്നുമില്ലാത്ത ഒരു ഡ്രൈനെസ്സിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും നമ്മൾ ഭയങ്കര വിശ്വാസിയാണെന്ന് പറയും, ബോൺ അഗെയിൻ ആണെന്ന് പറയും, രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. ഇതൊന്നും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. എനിക്കിതൊന്നും മനസ്സിലാകുന്നതേ. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും? സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസം
ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. ആ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏഴാമത്തെ കാര്യം, genuine faith motivates one to wait on the Lord. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ വ്യാപരിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. യാക്കോബ് 5:7 മുതൽ 20 വരെയുള്ള ഭാഗം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പാൻ തക്കവണ്ണമാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ദീർഘക്ഷമ? അതൊരു എക്സാമ്പിളോട് പറയുന്നുണ്ട്. ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഭൂമി തരുന്ന വിലയേറിയ ഫലത്തിന് വേണ്ടി കാത്തുകൊണ്ട് അവൻ ഇരിക്കുകയാണ്. അവൻ മഴയെ കാത്തിരിക്കുകയാണ്. മുൻമഴ വേണം, പിന്മഴ വേണം. ദീർഘക്ഷമയില്ലെങ്കിൽ ഒരു കൃഷിക്കാരന് ജീവിക്കാൻ തന്നെ കഴിയില്ല. അവൻ വിത്തിട്ടതിന് ശേഷം മഴ പെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൻ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അവൻ എന്തെങ്കിലും കുസ്തി പ്രയോഗം നടത്തിയിട്ട് മഴ പെയ്യൂ? ഒന്നുമില്ല. ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാൻ. അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന വെയിറ്റ് ഓൺ ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഭയങ്കര ധൃതിയാണ്. ഓരോ കാര്യങ്ങളും സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ധൃതിയാണ്. നമ്മൾ ധൃതി പിടിക്കേണ്ട പ്രിയമുള്ളവരെ. ദൈവം അവന്റെ സമയത്ത് കാര്യങ്ങളെ പ്രവർത്തിക്കും. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. നമ്മൾ മുട്ടുമടക്കി കാത്തിരിക്കണം. വാതിലടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു കുഴപ്പമില്ല. സഹിഷ്ണുതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് 11ാമത്തെ വാക്യത്തിൽ. എന്താ സഹിഷ്ണുത? സഹിഷ്ണുത, യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവന് വന്ന അവസാനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എത്രയോ സഹിഷ്ണുതയോടുകൂടി യോബ് കാത്തിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഓരോ സമയങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ കുറ്റം പറഞ്ഞു, ഫ്രണ്ട്സ് ഉള്ളതെല്ലാം ഒന്ന് കുറ്റം പറഞ്ഞു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആകപ്പാട് ശരീരത്തിനും എല്ലാത്തിനും ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഒന്നും മുൻപിൽ കാണാൻ പറ്റുന്നില്ല. എങ്കിലും സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. നമുക്കറിയാം എന്താ അവസാനം എന്നുള്ളത്. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കാത്തിരിപ്പിലൂടെ കർത്താവിനെ വീണ്ടും വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. മറ്റൊരു കാര്യം, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു കാര്യം കൂടി, 8ാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. Faith brings responsible prayer life. ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പ്രാർത്ഥനയുടെ ജീവിതത്തെ നമ്മുടെ വിശ്വാസം നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്വമുള്ള പ്രാർത്ഥനയുടെ ജീവിതം. ഹല്ലേലൂയ. 5ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം, അല്ലെങ്കിൽ 13 മുതൽ 16 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്ക് എന്റെ വിശ്വാസം എന്നെ നയിക്കുന്നില്ലെങ്കിൽ എന്റെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യണം. പ്രിയമുള്ളവരെ, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും.
എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വളരെ ഫലിക്കുന്നു. 17ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സമസ്വഭാവമുള്ള ഏലിയാവിനെ അവിടെ യാക്കോബ് കാണിച്ചു തരികയാണ്. അപ്പൊ നമുക്ക് ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുകയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഉത്തരവാദിത്വമുള്ള ഒരു പ്രാർത്ഥനയുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഉത്തരവാദിത്വമുള്ള പ്രാർത്ഥനയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ചിലരോട് ചോദിക്കുമ്പോഴേ, നിങ്ങളെ കാണുന്നില്ലല്ലോ, ഗ്രൂപ്പിലും കാണുന്നില്ല, യൂട്യൂബിലും കാണുന്നില്ല, ഒരിടത്തും കാണുന്നില്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തോന്നാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ വിഷയം വല്ലതും അറിയാവോ? സഭ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വല്ലതും അറിയാവോ? കൂട്ടായ്മയിൽ വേണ്ടുന്ന ആവശ്യങ്ങളെ കുറിച്ച് വല്ലതും അറിയാവോ? എന്തെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാവോ? ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ആ മരിച്ചതിന്റെ റിപ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ വിളി വരും, ഇത് ആരാ പാസ്റ്റർ ഈ ആള്, ഇത് ഏതാ, ആ 3ാമത്തെ റോയിൽ ഇരിക്കുന്ന ആ ആളാണോ? പ്രിയമുള്ളവരെ, ഞാന് ഇത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയാണ്, യൂണിറ്റിയിലുള്ള പ്രാർത്ഥനയാണ്, വീട്ടിൽ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. അത് പ്രാർത്ഥിച്ചോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായിരിക്കും. പക്ഷെ ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഫെലോഷിപ്പിന്റെ നീഡ് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരാവശ്യം വരുമ്പോൾ മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, പാപം തമ്മിൽ സംസാരിച്ച് പ്രബോധിപ്പിച്ച് അതിനെ മാറ്റിക്കളഞ്ഞ് അതിനോട് കൂടെ യോജിപ്പിച്ച് അതിനെ റിക്കൺസൈൽ ചെയ്യിപ്പിച്ച് ദൈവവുമായിട്ട് സ്നേഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായില്ലെങ്കിൽ നമ്മളിലുള്ള വിശ്വാസമല്ല, നമ്മൾ വേറെന്തൊക്കെയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഒരല്പം ഇമോഷണൽ ആവുന്നതിൽ ക്ഷമിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നും ആ വിശ്വാസത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മാറ്റം വരണം പ്രിയമുള്ളവരെ, ഒരുപാട് മാറ്റം നമുക്ക് വരാനുണ്ട്. ഒരുപാട് നമ്മൾ ഫെലോഷിപ്പുകളും യൂണിറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമ്മിൽ സംസാരിച്ച് അത്തരം കാര്യങ്ങളിൽ സൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതാ കൂട്ടായ്മ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഫെയ്ത്തിന്റെ, വിശ്വാസത്തിന്റെ മൂർച്ച കൂടി വരുന്നത്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച കൂടി വരുന്നത്. അവിടെയാണ് നമ്മുടെ ഫെലോഷിപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരെയും കർത്താവ് ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ വീണ്ടും ആശ്രയിക്കുവാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങള് ഈ രാവിലെ സമയം സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് കർത്താവേ, അത് പ്രയാസം വരുമ്പോഴും കഷ്ടത വരുമ്പോഴും ഒക്കെ അത് വർദ്ധിച്ചു വരുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്